ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ, ഇറാനെ അകാരണമായി ആക്രമിക്കുമ്പോൾ, അവിടുത്തെ ഭരണാധികാരികളെ വധിച്ചപ്പോൾ ലോകം മുഴുവനുള്ള വിശ്വാസികൾ അതിനോട് വൈകാരികമായി പ്രതികരിക്കുകയുണ്ടായി. അതിലൊരു വൈകാരികതയും തോന്നാതിരുന്ന ആളുകളായിരുന്നു വിസ്ഡം കുഞ്ഞുങ്ങൾ. അവർ ഈ സൗദി അറേബ്യൻ സലഫിസത്തിന്റെയും മിഡിൽ ഈസ്റ്റിലെ അത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു ഗുണഭോക്താവായതുകൊണ്ട് അവർക്ക് ഈ ജിന്ന് വിഷയത്തിലുള്ള ആശങ്കയോ ഉത്കണ്ഠയോ പോലും ഇത്തരം രാജ്യാന്തര വിഷയങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസമാണ് ഒരു വിസ്ഡം കുഞ്ഞിന്റെ വീഡിയോ കാണാനിടയായത്. ആ വിസ്ഡം കുഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ സംഗതിയെ, അതായത് പെരുന്നാൾ കുത്തുബയ്ക്കിടയിൽ പറഞ്ഞ സംഗതിയെ, അത് തെറ്റിദ്ധരിച്ചവരോടും തെറ്റിദ്ധരിപ്പിച്ചവരോടും ഒക്കെയാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹം ആ പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ആദ്യം എന്നെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, എന്നെ പറയുന്നതിന് കുറ്റമൊന്നുമില്ല, ഞാൻ പലരെയും പറയുന്നു, എന്നെയും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോകും. ആദ്യം പറഞ്ഞത് ഇതാണ്: കൃത്യമായ ഒരു നിലപാടില്ലാതെ തന്റെ തൊള്ളയിൽ തോന്നൊക്കെ വിളിച്ചുകൂവി അത് 4-5 വീഡിയോകളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അതിലൂടെ വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന അനിൽ മുഹമ്മദിൽ നിന്ന് സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു നന്മയും ലഭിക്കാനൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. അദ്ദേഹം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഇതാണ് പുള്ളിയുടെ ഒന്നാമത്തെ ഭാഗം. വിസ്ഡം കുഞ്ഞെ ജോലി, വരുമാനം, ജീവിതം, തന്നെ കൊണ്ട്, നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിലും ചുറ്റുപാടുകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ, ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്നെ പരിചയപ്പെടുത്താം. നിങ്ങൾ വിജയം മനസ്സിലാക്കേണ്ടത്, എനിക്ക് യൂട്യൂബിന്റെ വരുമാനം ആവശ്യമില്ല. ഒന്ന്, എന്റെ ജീവിതത്തിന് അതൊരു ആവശ്യമുള്ള ഘടകമേ അല്ല. പക്ഷേ ഈ നിങ്ങളെപ്പോലുള്ളവരിറങ്ങി ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ദീനാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരവരുടെ ഉപജീവനമാർഗം നടത്തുന്നതിന് വേണ്ടി പല മാർഗങ്ങൾ തേടുകയും വളരെ അപ്രസക്തമായ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച്, ഒരു പ്രസക്തിയുമില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് കൊരുത്തടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നവോത്ഥാനത്തിനിറങ്ങി പുറപ്പെട്ട ശേഷം പോകുന്ന വഴിയിൽ വെച്ച് കഴുത്തിന് പിടിച്ച് പിന്നെ 4 വഴിക്കായിട്ട് പിരിഞ്ഞുപോയ അത്തരം ആളുകളുടെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതിലൊന്നും പെടുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ടാണ് ഞാനിതിൽ സംസാരിക്കുന്നത്. അതെന്റെ വിസ്ഡം കുഞ്ഞൊന്ന് മനസ്സിലാക്കണം. എന്നെക്കൊണ്ട് ഈ സമുദായത്തിന് ഒരു ദ്രോഹവും ഇല്ല. ഞാൻ ആരുടെയും കീഴിൽ കൊണ്ടുവന്ന് പള്ളി വെക്കുന്നില്ല. ഒരു മുജാഹിദുകാരന്റെ പള്ളിയുടെ തൊട്ട് കീഴിൽ കൊണ്ടുവന്ന് വേറൊരു മുജാഹിദ് പള്ളി വെക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന പോലെ സൗദിയിൽ നിന്നും മറ്റിടത്തുനിന്നും ഒന്നും പിരിക്കുന്നില്ല. എനിക്ക് അതുകൊണ്ടൊരു ഉപജീവന മാർഗത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഞാനെങ്ങും പോയിരുന്ന് ഈ ബാക്കിയുള്ളവരെല്ലാം വളരെ മോശമാണ്, നമ്മൾ മാത്രമാണ് സ്വർഗത്തിൽ പോകാൻ പോകുന്നതെന്നും പറഞ്ഞ് ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നില്ല. അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ഉത്കണ്ഠയും പ്രയാസവും ഇല്ല. ഇത് ആമുഖമായി സലഫി കുഞ്ഞിനോട് പറഞ്ഞത്. ഇനി അടുത്ത സലഫി കുഞ്ഞ് വിശദീകരിക്കുന്നത് കേൾക്കാം. അദ്ദേഹത്തിന്റെ സംസാരം പോകുന്നത്, അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ സംസാരിച്ചതിന്റെ ഇടയിലൂടെയാണ് ഈ ഒരു വിഷയം കൂടി സംസാരിക്കുന്നത്. അത് ആ സംസാരത്തിന്റെ പൂർണ്ണരൂപം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നതാണ്. 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആദ്യമായി ആറ്റം ബോംബ് കൊണ്ടുവന്ന്, അണുപ്രസരണമുള്ള ബോംബ് കൊണ്ടുവന്ന് തുപ്പിയ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട രാജ്യം അമേരിക്കയായിരുന്നു. അന്ന് ജോൺ എഫ് കെന്നഡിയുടെ നേതൃത്വത്തിൽ ഇതാണ് പറയുന്നത്. പിന്നെ പുള്ളി പറഞ്ഞ എല്ലാരെയും വിമർശിച്ചെന്ന് പറയുന്നത്, അതിലൊന്നും ഒരു തെറ്റുമില്ല. അല്ല പിന്നെ അമേരിക്ക ലോകത്ത് ദൈവത്ത് കൊണ്ടുവന്ന രാജ്യമാണെന്നൊന്നും പറയാനൊക്കത്തില്ല. ഇതൊക്കെ പള്ളിക്കൂടത്തി പഠിക്കുന്ന പിള്ളേർക്ക് അറിയാവുന്നതല്ലേ. ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലോ ഈ രാജ്യത്തെ പൗരന് ഉപജീവനം നൽകുന്നതിലോ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് പങ്കുണ്ടെന്ന് കരുതരുത്. ആ നിലക്കല്ല ഈ യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇറാനിനൊപ്പം നിൽക്കുന്നത്. നേരെ മറിച്ച് അവരോട് അവർ അനീതി കാണിച്ചു എന്നതിന്റെ പേരിലാണ്. നമ്മുടെ ഈ സദസ്സിൽ ഇറാനിൽ നിന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരു പൗരനും ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ബിൻ ഖത്താബിനെയും ഉസ്മാൻ ബിൻ അഫ്ഫാനെയും അവർ നരകാവകാശികളാണെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ ഇറാനിൽ ഒരു പൗരന് പൗരത്വമുള്ളൂ. അറിഞ്ഞുകൊള്ളുക, ഇറാനുകാർക്ക് പൗരത്വം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി നരകത്തിലാണെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലണം. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ നിലയിലൊന്നും ഇവിടെ ഇരിക്കുന്ന ഒരു മുസ്ലിമിനും ഇറാനുമായി ബന്ധമില്ല. നമ്മൾ ഇറാനിന്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. സഹോദര, നാം ആലോചിക്കേണ്ട പോയിന്റുകളിൽ ബീവി നരകത്തിലാണെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലണം. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ നിലയിലൊന്നും ഇവിടെ ഇരിക്കുന്ന ഒരു മുസ്ലിമിനും ഇറാനുമായി ബന്ധമില്ല.
ആവശ്യമില്ല. നമ്മൾ ഇറാനിന്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. സഹോദര, നാം ആലോചിക്കേണ്ട പോയിന്റുകളിൽ ഒന്നതാണ്. എന്നാൽ ഈ ഒരു വാക്ക് പിഴവിനെ കുറിച്ച് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി നമുക്ക് കേൾക്കാം. അതായത് അന്നത്തെ പ്രസംഗത്തിലെ അപ്പം ഇത് ഷിയാക്കള് ഷഹാദ ചൊല്ലിക്കുന്നതാണല്ലോ. അപ്പം ഇറാൻ ഒരു ഷിയ രാഷ്ട്രമാണല്ലോ. അപ്പൊ അവിടുത്തെ പൗരനാകണമെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. പൗരത്വം എന്ന പദം വന്നപ്പോഴാണ് തെറ്റിദ്ധാരണയുടെ കാരണമായത്. ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. ഇറാൻ ഷിയ രാഷ്ട്രമാണ്. ഷിയാക്കളുടെ പൊതുവേ രൂപം അതിനിപ്പം ഇവർ സാക്ഷ്യം വഹിച്ചാലും ഇല്ലെങ്കിലും, ഇവരിലൊരു ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും, അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നു ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും അതുപോലെ ആയിഷ ബീവിയും ഹഫ്സയും ഒക്കെ നരകത്തിലാണ് എന്ന് വിശ്വസിക്കൽ ഇവർക്ക് നിർബന്ധമാണ്. അത് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ഷിയ. അത് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ പൗരത്വം എന്ന പദം പൗരനാകണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ അംഗമാകണമെങ്കിൽ എന്ന് പറയുന്നതിന് പകരം പൗരത്വം എന്ന പദം വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ബോധപൂർവ്വം ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. അവിടെ പൗരനാകണമെങ്കിൽ എന്ന് പറഞ്ഞതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ഞാൻ പൗരനാകണമെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ പൗരത്വം എന്ന് പറയുന്ന ഒരു വാക്ക് വന്നു എന്നേ പറയുന്നുള്ളൂ. ഇതിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വിസ്ഡം കുഞ്ഞെ മനസ്സിലാക്കാൻ. ഒന്നാമത്തെ കാര്യം, ഈ കോണ്ടെക്സ്റ്റിൽ അവിടെ ഒരു ആക്രമണം നടന്ന ഒരു രാജ്യത്തെ അടിച്ചു തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് തിരികേണ്ട ഒരു വിഷയമല്ല ഈ വിഷയം. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ സമയവും സന്ദർഭവും സാഹചര്യവും അറിഞ്ഞുകൂടാതെ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഈ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് നിങ്ങളെന്ന് പറയുന്നത്. ഇതേ മുജാഹിദ് ബാലുശ്ശേരിയല്ലേ പണ്ട് അമ്പലത്തിന് കാശ് കൊടുക്കരുത്, അങ്ങനെ കൊടുത്താൽ ഇങ്ങനെ ആകുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞൊരു പ്രഭാഷണം നടത്തിയത്? നിങ്ങളത് ഓൺ ചെയ്യുന്നുണ്ടോ? അത് വിസ്ഡം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒന്ന് ഓൺ ചെയ്ത് ഈ കുഞ്ഞിനെന്ന് പറയാവോ അത് അങ്ങനെ തന്നെ ആയിരുന്നു, അങ്ങനെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയാവോ? ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് നിങ്ങൾ വിളിച്ചു പറയാൻ പാടുണ്ടോ? അതാണ് നിങ്ങൾക്ക് ഈ എവിടെ, എന്ത്, എങ്ങനെ എന്നുള്ളത് ഒരു മതത്തിന്റെ രൂപവും ഭാവവും ഒക്കെ വെച്ചുകൊണ്ട് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കണം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അവിടെ പൗരനാകുന്നതിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ എന്തൊക്കെ പൗരന്മാരുണ്ടെന്നറിയാവോ? ഷിയാക്കൾ 86 മില്യൺ ഉണ്ട്, സുന്നികൾ 6.5 മില്യൺസ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. ബഹൈ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വിശ്വാസധാരയുണ്ട്, അതാണ് നോൺ മുസ്ലിം റിലീജിയസ് മൈനോറിറ്റിയാണ്. അതേതാണ്ട് ഉദ്ദേശം 5 ലക്ഷം പേരുണ്ട്. ക്രിസ്ത്യൻസ് 15,000 പേര് മുതൽ 50,000 പേര് വരെയുണ്ട്. അത് പ്രധാനമായി അർമീനിയൻ, അസീറിയൻ ആളുകളാണ്. പിന്നെ സൊരാസ്ട്രിയൻസ് അപ്രോക്സിമേറ്റ്ലി 25,000 മുതൽ 64,000 പേര് വരെയുണ്ട്. ജൂസ് 10,000 പേരോളം ഉണ്ട്. പിന്നെ സാബിയൻ, മാൻഡേനിയൻസ് അപ്രോക്സിമേറ്റ്ലി 14,000 പേരുണ്ട്. പിന്നെ അതുകൂടാതെ 1 to 3 മില്യൺ കുർദിസ്ഥാൻ, ലോറസ്റ്റൺ റീജിയൻസിൽ കുർദിസ്ഥാൻ ആളുകൾ വരെയുണ്ട്, റിലീജിയസ് ട്രൈബ്സ്. അപ്പൊ ഇവരെല്ലാം അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഈ പൗരനാവുക, പൗരത്വനാവുക എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് കിടന്ന് ഈ വാദഗതി പറയുന്നത്. ആ വാദഗതിയൊന്നും ഇറാനുമായി ബന്ധപ്പെട്ട് ഈ സന്ദർഭത്തിൽ അവരെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ടതല്ലല്ലോ. നിങ്ങളുടെ ഇപ്പോൾ ഒരു മുജാഹിദിന്റെ നേതാവ്, നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുജാഹിദിന്റെ നേതാവ് മരിച്ചു. അതിന്റെ അനുശോചനത്തിനും അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴും ആ മുജാഹിദ് നേതാവ് പണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ വന്ന കുഴപ്പം, അദ്ദേഹം ജിന്നിലുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ വിഷയം നിങ്ങൾ ചർച്ചാ വിഷയമാക്കുമോ? അതാണ് നിങ്ങൾക്ക് സമയവും സന്ദർഭവും അറിഞ്ഞുകൂടാന്ന് പറയുന്നത്. പിന്നെ ഈ ദീൻ പറഞ്ഞതിന്റെ പേരിലും ഈ ദീനിനെ സംരക്ഷിച്ചതിന്റെ പേരിലും നിങ്ങളെക്കാൾ വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ, സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ് ഞാൻ. ഇങ്ങനെ ഇരുന്ന് ഈ മതവുമായി ബന്ധപ്പെട്ടതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോഴേ വിജിലൻസ് കേസുകൾ, പോലീസ് കേസുകൾ, സസ്പെൻഷനുകൾ, ഇതിനെയൊക്കെ നിങ്ങൾക്ക് വല്ല പാടുണ്ടോ? ഇതുമല്ലോ എവിടെങ്കിലും ഇരുന്ന് ഇതുപോലെ ഇരുന്ന് ന്യായം പറഞ്ഞ് തൊള്ള തുറന്നെന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ടിട്ട് മൂക്കറ്റം തിന്ന് ഇതിന്റെ ആളുകളായിട്ട് ഇങ്ങനെ വിഹരിച്ച് നടന്നാൽ പോലെ.